ഭദ്രദീപം ഓർക്കസ്ട്രയുടെ ഈ ഒരു സംഗീത പരിപാടിക്ക് ആശംസ അർപ്പിക്കാനായിട്ട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് കോഴിക്കോടിൻ്റെ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ സലാം വെള്ളേനെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നും പറയാനില്ല. കാരണം പ്രവീഷിനെ പറ്റി പരാതിയിരുന്നാൽ പ്രവീഷ് പുതിയാപ്പി ഞാൻ വെള്ളയിൽ വേണം. നമ്മൾ വളരെ ചെറുപ്പം മുതലുള്ള ഒരു ബന്ധമാണ്. മാത്രമല്ല ഇതിന് ആശംസ പറയാൻ പ്രവീഷിൻ്റെ പ്രവർത്തനം, ഇപ്പം കാഞ്ഞങ്ങാട് രാമദൻ സാറിനെ പോലുള്ള ആളുകളെ, അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് പ്രവീഷ് ഇവിടെ എത്തിച്ചത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു, അപ്പം ഞാനത് പ്രവീഷിന് സ്നേഹം പങ്കിടാനും അഭിവാദ്യം ചെയ്യാനും നന്ദി പറയാനും വേണ്ടി മാത്രമാണ് ഈ രണ്ട് വാക്ക്. പിന്നെ ഓർക്കസ്ട്രേഷൻ, പിന്നെ അത് അനൗൺസർ, നമ്മളെ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ആങ്കറാണ് അനിൽ, എൻ്റെ നല്ല ഫ്രണ്ടാണ്. പപ്പേട്ടൻ എൻ്റെ ഒരു 10 വയസ്സ് മുതൽ അറിയുന്ന ആളാണ്. എല്ലാവരും ഹരിദാസേട്ടന്, ഓർക്കസ്ട്ര മുഴുവൻ, പ്രേമൻ, എല്ലാവരും ആർട്ടിസ്റ്റുകൾ മുഴുവനും, മിക്ക ആൾക്കാരും. അത് നമ്മൾ സ്കൂള് സഹപാഠിയാണ്, ബിജു അയൽവാസിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുറച്ച് വൈകി എന്നുള്ളതൊരു സത്യമാണ്. പലരും എന്നോട് ചോദിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം വരുന്ന വഴിയിൽ നിന്നുള്ള ബ്ലോക്കായതുകൊണ്ടാണ്. പ്രവീഷ് ആകെ അസ്വസ്ഥനായിരുന്നു. അവൻ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ഏതായാലും ഭദ്രദീപം പരിപാടി ഈശ്വരാനുഗ്രഹത്താൽ വളരെ മനോഹരമായിരിക്കുന്നു. ഈ പരിപാടി ഇനിയും ഈശ്വരാനുഗ്രഹത്താൽ വളരെ മികച്ച രീതിയിൽ നന്നാവട്ടെ, നടക്കാൻ കഴിയട്ടെ എന്നുള്ളത് ഗായ്സും ആയുരാരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. വീണ്ടും അതിമനോഹരമായ മറ്റൊരു ഗാനത്തിലേക്കാണ് പോകുന്നത്. സവിധം എന്ന ചിത്രത്തിൽ ചിത്രചേച്ചിക്ക് അവാർഡ് നേടിക്കൊടുത്ത മൗനസരോവരമായി എന്നോട് മനോഹരമായിട്ടൊരു ഗാനമുണ്ട്. ജോൺസൺ മാസ്റ്ററും കൈതപ്പുറവും ചേർന്നൊരുക്കിയ മനോഹര ഗാനം നിങ്ങൾക്കായി സബീന ആലപിക്കുന്നു.